നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. നമുക്ക് അറിയാവുന്നതുപോലെ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് മുഴുവൻ ആ യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മോജ്തബ ഖമനായി അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, പബ്ലിക് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്, ഹൊർമൂസ് കടലിടുക്ക് അത് അടഞ്ഞു തന്നെ കിടക്കും എന്ന് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള രാജ്യങ്ങളെല്ലാം അവരുടെ ഈ നടക്കുന്ന യുദ്ധത്തിൽ അവരുടെ ഭാഗധേയം എന്താണ്, ഭാഗം ഏതാണ് എന്ന് കൃത്യമായി നിർണയിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുമ്പോൾ അത് ശത്രുക്കൾക്ക് പരിചിതമല്ലാത്ത പുതിയ യുദ്ധമുഖങ്ങളായിരിക്കും തുറക്കപ്പെടുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിക് സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോൾ പറയുന്നതായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും യുദ്ധം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹവും പറയുന്നത്, മോജ്തബ ഖമനയും അദ്ദേഹവും പറയുന്നത് യുദ്ധം മുന്നോട്ട് തന്നെ പോകും എന്നാണ്. ഇപ്പോൾ ഇറാനിൽ ഈ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് 3.2 മില്യൺ ആളുകൾ ഇപ്പോൾ ഏകദേശം ഒരു അഭയാർത്ഥി പരുവത്തിലേക്ക് എത്തി എന്ന് പറയുന്നുണ്ട്. കാരണം വലിയ ബോംബിങ്ങാണ് ഇറാന്റെ മുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ വലിയ തോതിലുള്ള ബോംബിംഗ് ആണ് ഇറാനിലേക്ക് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അഴിച്ചുവിട്ടത്. ഹൊർമൂസ് കടലിടുക്ക് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൊർമൂസിലൂടെ ഒരു കപ്പലുകളെയും കടന്നു പോകാൻ ഇറാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. സീ മൈനുകൾ അടക്കം വിതറുന്ന സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഒരു കപ്പലുകളെയും അതുവഴി കടന്നുപോകാൻ, ഒരു ലിറ്റർ എണ്ണ പോലും അതുവഴി കടന്നു പോകാൻ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ മെസ്സേജ് തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായിരുന്നു, അമേരിക്കൻ കപ്പലുകളുടെ അകമ്പടിയോടുകൂടി അധികം താമസിക്കാതെ ഹൊർമൂസ് പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ, എണ്ണ ടാങ്കറുകളെയെല്ലാം പുറത്തേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് എന്ന് അദ്ദേഹവും പറയുന്നു. അപ്പോൾ ലോകം മുഴുവൻ എല്ലാ അർത്ഥത്തിലും, സാമൂഹികമായും സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും ഈ യുദ്ധം വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. തുടർന്നാൽ അതിലും വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അമേരിക്ക ഏകദേശം 172 മില്യൺ ബാരൽ എണ്ണ ഇപ്പോൾ റിസർവിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് 40 വർഷത്തെ ഏറ്റവും ചുരുങ്ങിയ റിസർവിലേക്ക് അമേരിക്കയുടെ ഓയിൽ റിസർവ് എത്തിക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന ആളുകൾ, ശ്രീ ഷാബു പ്രസാദ്, അദ്ദേഹം അന്താരാഷ്ട്ര നിരീക്ഷകനാണ്. ഡോക്ടർ അഭിലാഷ് ജി രമേശ്, അദ്ദേഹവും വിദേശകാര്യ വിദഗ്ധനാണ്. പിന്നെ ഇസ്രായേലിൽ നിന്നും ഷൈനി ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്നും കൃത്യമായി അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അറിയാൻ എപ്പോഴും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കാരണം ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ലെബനോന്റെ ഭാഗങ്ങളിൽ നിന്നും ഹിസ്ബുള്ളകളും ഒരേ സമയം ഇസ്രായേലിലേക്ക് ആക്രമണം, കോർഡിനേറ്റഡ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള അവസ്ഥയിലാണ് നമ്മളിന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. ആദ്യം തന്നെ ശ്രീ ഷാബു പ്രസാദ്, എങ്ങനെയാണ് നമുക്ക് ഒരു സമാധാനം, ഇറാൻ സമാധാനത്തിന്റെ ഒരു ചർച്ചയിലേക്ക്, യുദ്ധം നിർത്തുന്ന ഒരു സന്നദ്ധതയിലേക്ക് എത്തുന്നുണ്ട്, പക്ഷേ വെക്കുന്ന ഡിമാൻഡുകൾ വളരെ ഭീകരമാണ്. അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന അടക്കമുള്ള ഡിമാൻഡുകളാണ് അവർ വെക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇത്രയും ദിവസത്തെ കാര്യങ്ങളിൽ നിന്ന് ഒരു അവസാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ, അതോ ഇത് സ്പൈറൽ ചെയ്ത് പോകാനുള്ള സാധ്യത, യുദ്ധം വീണ്ടും രൂക്ഷമാകാനുള്ള സാധ്യത, എന്താണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക ഇന്ന്? നോക്കൂ, ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ യുദ്ധം തുടങ്ങുമ്പോൾ ഉള്ള പ്രഖ്യാപിത ലക്ഷ്യം എന്താണ്? ഇറാനിലെ റെജീം ചേഞ്ചാണ്. അത് ആ ഡിമാൻഡിൽ നിന്ന് അമേരിക്ക ഇസ്രായേലും ഇതുവരെ പുറകോട്ട് പോയിട്ടില്ല. ഇറാൻ വെച്ച ഈ സമാധാന നീക്കത്തിനോട്, ആ സമാധാന നിർദ്ദേശത്തോട് അവർ ഒട്ടും പ്രതികരിച്ചിട്ടുമില്ല. അതായത് ആ ഒരു റെജീം ചേഞ്ച് എന്ന ആ ആവശ്യം, ആ ഡിമാൻഡ് നടക്കാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചിന്തിക്കാൻ പോലും ആവും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം
അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇറാനെ, അതായത് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി തകർക്കുക, അവരെ ദുർബലരാക്കുക, ഇതൊക്കെ കഴിഞ്ഞ ജൂണിലും ഏകദേശം ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറും തകർക്കുക, അവരുടെ സൈനിക നേതൃത്വത്തിനെ ഇല്ലാതാക്കുക, രാഷ്ട്ര നേതാവിനെ തന്നെ, പരമോന്നത നേതാവിനെ തന്നെ കൊന്നുകളയുക, ഇതെല്ലാം നടന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നിർത്താനായിരുന്നെങ്കിൽ അവർക്ക് എപ്പോഴും നിർത്താമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഈ ഇറാനിലെ ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെജീം ചേഞ്ച് ഉണ്ടാകാതെ ഇവർ അവസാനിപ്പിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ദീർഘമായ വേണ്ടി വന്നാൽ ഒരു ദീർഘമായ യുദ്ധത്തിനും കൂടെ ഉള്ള തയ്യാറെടുപ്പാണ് അമേരിക്കയും ഇസ്രായേലും നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അവരോടൊപ്പം ചേരാൻ പോകുന്നു. പണ്ടത്തെ ആ ഗൾഫ് യുദ്ധത്തിന്റെ, ഇറാഖിനെതിരെ നടന്ന ആ ഗൾഫ് യുദ്ധത്തിന്റെ വേറൊരു വേർഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് എന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ്. പിന്നെ ഇത് ലോകത്തിനെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ ബാധിക്കില്ലെന്ന് തീർച്ചയായിട്ടും. കാര്യം ലോകത്തിലെ ഈ ഓയിൽ മൂവ്മെന്റിന്റെ ഒരു 20-30% ഈ ഹോർമസിൽ കൂടെയാണ്. അത് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്, മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അത് പൂർണ്ണമായിട്ട് തടസ്സപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലോകത്തിനെ ബാധിക്കും. അതാണ് ഇറാന്റെ കയ്യിലെ തുറുപ്പുചീട്ട്. ഹോർമസിൽ കൂടെ കപ്പലുകൾ പോകാൻ അനുവദിക്കാതിരുന്നാൽ അത് ശരിക്കും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലൂടെ അമേരിക്കയെയും ഇസ്രായേലിനെയും വരുതിയിൽ കൊണ്ടുവരിക എന്ന ഒരു തന്ത്രമാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവിടെ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. 1 കോടിയോളം വരുന്ന ഇന്ത്യക്കാർ അവിടെയുണ്ട്. അവരുടെ സുരക്ഷിതത്വത്തിനെ അത് ബാധിക്കുമ്പോൾ ഇന്ത്യക്ക് ഇതിൻ്റെ അകത്ത് ഇടപെടാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇന്ത്യയിൽ ആ വഴിക്കും കൂടെ ഒരു സമ്മർദ്ദത്തിലൂടെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആ ഒരു നീക്കമാണ് ഇറാൻ നടത്തുന്നത്. എന്തായാലും പക്ഷേ അത് ഈ ഹോർമുസ് പ്രതിസന്ധി അയഞ്ഞാൽ, അതായത് ഹോർമുസിൽ കൂടെ ഷിപ്പുകൾ വന്നില്ലെങ്കിലും ഈ ലോകത്ത് ഓയിൽ പ്രതിസന്ധി ഉണ്ടാകാതെ നോക്കാവുന്ന ഒരു പാരലൽ സംവിധാനം തുറന്നാൽ അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. റഷ്യയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, ലാറ്റിൻ അമേരിക്കയിൽ നിന്നും, അമേരിക്കയിൽ നിന്നും ഒക്കെ ആ ഓയിൽ സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഹോർമുസ് അടഞ്ഞു കിടന്നാൽ പോലും അതൊരു പ്രശ്നമില്ല എന്നൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഇറാന്റെ തന്ത്രം പാളും. ഇപ്പോൾ കിട്ടുന്നതെല്ലാം പോക്കറ്റിലിട്ട് അപലപിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുന്നത്. അവരും കൂടെ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുകയും യൂറോപ്യൻ രാജ്യങ്ങളും കൂടെ ഒന്നിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ ഇറാന്റെ മുമ്പിൽ വേറെ വഴിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിന്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പം നമ്മുടെ ഇന്ത്യക്കാരൊക്കെ പോയി സുഖമായിട്ട് ജോലി ചെയ്യുകയും കുടുംബം പുലർത്തുകയൊക്കെ ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ടല്ലോ. ഒമാനുണ്ട്, സൗദിയുണ്ട്, ഖത്തറുണ്ട്, കുവൈറ്റ് ഉണ്ട്, ബഹ്റിനുണ്ട്. ഇങ്ങനെയുള്ള രാജ്യങ്ങളെ പോലെ നമുക്ക് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യമായി ഇറാനും മാറുകയാണെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യക്ക് ഗുണമാണ്, മിഡിൽ ഈസ്റ്റിന് ഗുണമാണ്, സ്വാഭാവികമായി അത് ലോകത്തിനും ഗുണം ചെയ്യും എന്നാണ്, അതിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഡോക്ടർ അഭിലാഷ് ജി രമേശ്, നമുക്കറിയാം ഇപ്പോൾ ഫ്രാൻസ് അവരുടെ ഒരു വിമാനവാഹിനി കപ്പൽ മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേലിൻ്റെ തീരത്തേക്ക് അവിടേക്ക് അയക്കുകയുണ്ടായി, ഇസ്രായേലിനെ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. മറ്റൊരു കാര്യം, ഫ്രഞ്ച് പ്രസിഡന്റ് തന്നെ പറയുകയുണ്ടായി, 8ഓളം ഫ്രിഗേറ്റുകൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് വരും, ഈ അവിടെ നിന്നുള്ള കപ്പലുകളെ അനുഗമിച്ച് പുറത്തേക്ക് എത്തിക്കുന്നതിനായിട്ട്, സംരക്ഷണം കൊടുക്കുന്നതിനായിട്ട് വെക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ
ബ്രിട്ടന്റെ ആദ്യത്തെ പിണക്കങ്ങളെല്ലാം മാറ്റിവെച്ച് അവരും യുദ്ധത്തോട് സഹകരിക്കുന്ന സാഹചര്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സമയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അല്പം മുൻപ് ഇറാനിൽ നിന്നുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇറാഖ് കടന്ന് സിറിയയുടെ അതിർത്തി വഴി ഏകദേശം തുർക്കിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ സിറിയയിൽ വെച്ച് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ തുർക്കിയായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നു. ഒരു പ്രാവശ്യം തുർക്കിയിലേക്ക് ആക്രമണം നടന്നതാണ്. അവിടെയുള്ള അമേരിക്കയുടെ റഡാറിലേക്കാണ് എന്നാണ് ചർച്ചകളിൽ ഞാൻ വാർത്തകളിൽ കണ്ടത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ അടക്കം ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു അറേബ്യൻ രാജ്യങ്ങളും ആക്രമണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഇറാനിലേക്ക് ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക്, വലിയൊരു ആക്രമണത്തിലേക്ക് പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ? എന്റെ അഭിപ്രായത്തില് ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ കൂടെ നാറ്റോ അലയൻസും കൂടെ ചേരുന്നതോടുകൂടി അവരുടെ നേവൽ കേപ്പബിലിറ്റീസ് നിലവിലുള്ളതിന്റെ ഇരട്ടിയായി മാറുകയും അങ്ങനെ ഉണ്ടാകുന്ന ഒരു മിലിറ്ററി പ്രഷർ വഴി ഇറാന്റെ ഇപ്പോൾ ഉള്ള ഈ റീജിയണൽ ഡീസ്റ്റെബിലൈസർ എന്ന് പറയുന്ന റോളിൽ നിന്ന് മാറ്റിയിട്ട് അവശേഷിക്കുന്ന IRGC സിസ്റ്റം കൂടെ തകർക്കാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റീജിയണൽ എനർജി സെക്യൂരിറ്റി ഒക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉറപ്പായിട്ടും അത്തരത്തിലൊരു നീക്കം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം തീരാൻ അല്പസമയം കൂടെ എടുക്കും. അത് കാരണം വേറൊന്നും കൊണ്ടുമല്ല, ഈ ചിതറിക്കിടക്കുന്ന IRGCയുടെ കയ്യിലോ അല്ലെങ്കിൽ മിലിറ്ററി സൈലോസിലോ ഒക്കെ ഉള്ള ആയുധങ്ങളും മറ്റും ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ എനർജി മാർക്കറ്റിനകത്തൊരു അപ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇറാൻ ഫ്രാൻറ്റിക് ആയിട്ട് വളരെയധികം പരിഭ്രാന്തിയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ ഒരു വസ്തുതയായിട്ട് ഞാൻ കാണുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ നാറ്റോ സഖ്യം കൂടെ ഒരുമിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോ നാറ്റോ സഖ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എനി സ്ട്രൈക്ക് അഗൈൻസ്റ്റ് എനി മെമ്പർ നേഷൻ ഇസ് സ്ട്രൈക്ക് അഗൈൻസ്റ്റ് ദ എൻറ്റയർ നാറ്റോ അലയൻസ് എന്ന് പറയുന്ന പോലെയാണ്. സോ ഓൾറെഡി അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ക്ലോസസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പരിപൂർണമായ ഒരു യുദ്ധം, അതോടൊപ്പം തന്നെ ഗൾഫ് കൺട്രീസിന് കഴിഞ്ഞ 12 ദിവസമായി പല രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരികയാണ്. സോ അപ്പം ഇവരെല്ലാം ചേർന്നുള്ള ഒരു അംബ്രല്ല കോalition ഉണ്ടാവുകയാണെങ്കിൽ ഇറാന്റെ റിമൈനിങ് IRGC ഫോഴ്സസിന് പിടിച്ചു നിൽക്കാൻ യാതൊരു തരത്തിലും ആവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എസ്പെഷ്യലി ഫ്രാൻസിന്റെ കാരിയർ ഫ്ലീറ്റൂടെ മൂവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാരിടൈം സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള അറ്റാക്ക് ഇറാന്റെ ഉള്ളിലേക്ക്, ഒരുപാട് ഉള്ളിലേക്ക് പറ്റും. ഇതിനെ ബാക്കപ്പ് ആയിട്ട് ഇസ്രായേലിന്റെ ഒരു മിലിറ്ററി എയർ സ്ട്രൈക്ക് കേപ്പബിലിറ്റിയുടെ ഒരുമിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഐ ബിലീവ് അങ്ങനെ തന്നെ നടക്കാനുള്ള സാധ്യത ഉണ്ടാവുക. കുറച്ച് ദിവസം കൂടെ യുദ്ധം കാണും. ഡിസൈസീവ് ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ. ഇസ്രായേലിൽ നിന്നും ഷൈനി ബാബു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷൈനി ബാബു, എങ്ങനെയാണ് അവിടേക്ക്, കാരണം പലപ്പോഴും നമുക്ക് അപ്ഡേഷനുകൾ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നു, ക്ലസ്റ്റർ മ്യൂണീഷൻസ് ഇസ്രായേലിലേക്ക് അയക്കുന്ന സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളും ഇസ്രായേലിലേക്ക് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം അവിടെ സൈറണുകൾ തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ, റഫായിട്ട് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ അവിടുത്തെ പൊതുജീവിതം എങ്ങനെയാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്? ഇത്രയും ആക്രമണങ്ങൾക്കിടയിൽ, ഇത്രയും സൈറണുകൾക്കിടയിൽ അവിടുത്തെ പൊതുജീവിതം എങ്ങനെയാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്? കേൾക്കാൻ കഴിയുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യോ, ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമോ? ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി എന്ന രീതിയിൽ ഈ ഒരു കാര്യത്തിൽ ഒരു പ്രതികരണം തരുവാണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഈ ഒരു അവസ്ഥയുമായിട്ട് ഗെറ്റ് യൂസ്ഡ് ആയി. ഓക്കെ. പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരിലേക്ക് കുറച്ചൊക്കെ ആശങ്കയും പേടിയൊക്കെ ഉണ്ട്. നിലവിലത്തെ സിറ്റുവേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഒന്നും പറയാനില്ല. എപ്പോഴും ഉള്ള യുദ്ധാവസ്ഥയിൽ കൂടി തന്നെ കടന്നു പോകുന്നു ഇസ്രായേല്. അവിടുന്ന് ഇറാനിൽ നിന്നാണെങ്കിലും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നാണെങ്കിലും എവിടെ നിന്നും മിസൈൽ വരുമ്പോൾ നമുക്ക് അലാറം കിട്ടുന്നുണ്ട്, നമുക്ക് അലേർട്ട് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ ഹോം ഫ്രണ്ട് കമാൻഡ് തരുന്ന ആ നിർദ്ദേശങ്ങൾ പാലിച്ച് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിരിക്കും സേഫ്റ്റി റൂമിലേക്ക് ഞങ്ങൾ പോകുന്നു. അവിടുന്ന് പുറത്ത് കടക്കാം എന്നുള്ള നിർദ്ദേശം കിട്ടുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങുന്നു, ഞങ്ങളുടെ ജോലിയിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഈ ഒരു സിറ്റുവേഷനേ ഉള്ളൂ നിലവില്. ഈ ഒരു ഇപ്പൊ യുദ്ധം തുടങ്ങിയിട്ട് ഒരു 13ാമത്തെ ദിവസം, 13 14 എനിക്ക് ഉറപ്പില്ല. ഇത്രയും ദിവസമായിട്ടും നമുക്കറിയാം, നമുക്കിവിടെ ഇസ്രായേലില് ജെറുസലേം ആൻഡ് ടെലവീവ് ഈ 2 സ്ഥലമാണ് മെയിൻ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ മലയാളി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? ജെറുസലേമും ടെലവീവും. ടെലവീവില്
നമുക്ക് ലീഗലായിട്ട് വന്നിരിക്കുന്ന വർക്കേഴ്സ് മാത്രമല്ല, ഇപ്പം കെയർ ഗിവേഴ്സ് ആയിട്ടാണെങ്കിലും അഗ്രികൾച്ചറിലാണെങ്കിലും കൺസ്ട്രക്ഷനിലാണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലാതെയുള്ള ട്രേഡ് വിസകൾ, അങ്ങനെയുള്ള ഒരുപാട് വിസകളിൽ വന്നിരിക്കുന്ന മലയാളികൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ടെല്ലവീവ്, അതുപോലെ തന്നെ ജെറുസലേം. ഓക്കെ. പിന്നെ ഇതിനകത്തൊന്നും പെടാതെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവാതെ നിൽക്കുന്ന റെഫ്യൂജീസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അഭയാർത്ഥികളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ് ടെല്ലവീവ് എന്ന് പറഞ്ഞ സ്ഥലം. റെഫ്യൂജീസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ടെല്ലവീവ്. എന്തുകൊണ്ടാ ഇസ്രായേലില് ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് റെഫ്യൂജീസ് ആയിട്ട് അഭയാർത്ഥികളായിട്ട് ഇവിടെ ആൾക്കാർ നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ നാട്ടില് ജോലി സാഹചര്യങ്ങളില്ല, ജീവിത സാഹചര്യങ്ങളില്ല. അതുകൊണ്ടാണല്ലോ ഒരു യുദ്ധമുള്ള നാടാണെങ്കിൽ പോലും അത് മനസ്സിലാക്കിയിട്ട് പോലും ഇവിടേക്ക് ആൾക്കാർ വരുന്നതും ഇവിടെ അഭയാർത്ഥിയായിട്ട് ഇവിടെ അഭയം തേടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. അപ്പൊ അതുപോലെയുള്ള ആൾക്കാർ, അത്രയും ആൾക്കാർ, മജോറിറ്റി ആൾക്കാർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന സ്ഥലമാണ് ടെല്ലവീവ് എന്ന് പറയുന്നത്. ഈ ടെല്ലവീവാണ് ഇപ്പൊ കത്തി നശിക്കുവാണ്, എല്ലാം തീർന്നു, അവിടെ ഇനി ആൾക്കാരില്ല, എന്നാ പറഞ്ഞു, ഇവിടുത്തെ മീഡിയകളെല്ലാം പൊതിഞ്ഞു വെച്ചിരിക്കുവാണ്, മൂടി വെച്ചിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ മീഡിയകളാണെങ്കിലും ചാനലുകളാണെങ്കിലും എല്ലാവരും വീഡിയോസുമായിട്ടും എല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചിരിക്കുക ചെയ്യുന്നേ, വേറെ ഒന്നും പറയാനില്ല അതിനകത്ത്. കാരണം ഇതുവരെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ 13-14 ദിവസമായി ഏതെങ്കിലും ഒരു മലയാളിക്ക്, നമ്മളിപ്പോൾ മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്, മലയാളം ചാനലിലാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത് അല്ലേ, മലയാളീസ് മാത്രമല്ല ഇവിടെ ഉള്ളത്, നോർത്ത് ഇന്ത്യൻസിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയതായിട്ടോ ഒരാൾ മരിച്ചതായിട്ടോ എന്തെങ്കിലും നമ്മൾ കേട്ടോ? എന്തുകൊണ്ടാ? അത് ഈ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനമാണ്. ഞങ്ങൾക്കതിൽ വിശ്വാസമാണ്. ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. ഇവിടുത്തെ ഹോം ഫ്രണ്ട് കമാൻഡ് തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ആരും ഒരപകടത്തിലും പോയി പെടുന്നില്ല. അത്രയേ പറയാനുള്ളൂ, പുതിയതായിട്ടൊന്നും പറയാനില്ല. ടെല്ലവീവ് ഒന്നും കത്തി നശിച്ചിട്ടൊന്നും ഇല്ല. ടെല്ലവീവ് അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അവിടെ നിന്ന് ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഒരേപോലെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഇന്നലെ പകല് തന്നെ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കിട്ടി. അതനുസരിച്ച് ഇന്നലെ രാത്രി ഞങ്ങൾ എല്ലാവരും അലേർട്ടായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ശരിയാണ്, എപ്പോഴും അലാറം ഉണ്ട്. അലാറം കേൾക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സേഫ്റ്റി റൂമിൽ കയറുന്നു, അലാറം കഴിയുമ്പോൾ ഞങ്ങൾ സേഫ്റ്റി റൂമിൽ നിന്ന് ഇറങ്ങുന്നു. ഞങ്ങൾ എല്ലാവരും സേഫാണ്, ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ആർക്കും ഒന്നും പറ്റുന്നില്ല. അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ താഴെ വീഴുമ്പോൾ ചില കെട്ടിടങ്ങൾക്കും ചില ആൾക്കാർക്കും എന്നാ പറയുന്നത് ഗുരുതരമായ പരിക്കുകൾ പറ്റുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ഇവിടെ ടെല്ലവീവ് കത്തി നശിക്കുവാണ്, ഇസ്രായേലിൽ മൊത്തം എന്നാ പറയുന്നത് ചാരമായി ശാപമായി എന്നൊക്കെ പറയുന്നതിനകത്ത് ഒന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ ഞങ്ങള് മലയാളികളായിട്ടുള്ള ആൾക്കാര് യുദ്ധം കണ്ടു തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഞങ്ങൾ അതുമായിട്ട് ഗെറ്റ് യൂസ്ഡ് ആയി. 2021 ഒരു യുദ്ധം വന്നപ്പോൾ നമുക്ക് ഒരു മലയാളി സഹോദരിയെ നഷ്ടപ്പെട്ടു. ഓക്കെ, ആ സഹോദരി നഷ്ടപ്പെട്ട സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ യുദ്ധത്തിന്റെ ആ ഒരു സീരിയസ് സിറ്റുവേഷനിലേക്ക് ഞങ്ങളൊന്ന് ചിന്തിക്കാനും അതിനകത്തേക്കൊന്ന് കടന്നു വരാനും ഒക്കെ ശ്രമിച്ചു. അതുവരെയൊക്കെ ഞങ്ങൾ ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്, നമ്മൾ യുദ്ധമുള്ള രാജ്യത്തിലേക്കല്ലേ വന്നേക്കുന്നേ എന്ന് ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷെ സൗമ്യ എന്ന് പറയുന്ന സഹോദരിയെ നമുക്ക് നഷ്ടപ്പെട്ട സമയത്താണ് ശരിക്കും നമ്മൾ ഈ യുദ്ധത്തിന്റെ ആ ഒരു തീവ്രത നമ്മൾ എന്തുമാത്രം കണക്കെടുക്കണം, നമ്മൾ കണക്കിലെടുക്കണം, നമ്മൾ അതിനകത്തേക്ക് ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ നോക്കി ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ ഒരു സമയം തൊട്ട് ഇതുവരെ ഈ ഒക്ടോബർ 7 യുദ്ധം വരെ, ഒക്ടോബർ 7 ആ ഒരു യുദ്ധത്തിന് പോലും ഇത്രയും വലിയൊരു സീരിയസ്നെസ് ഒന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറയാലോ. കാരണം എന്താന്ന് വെച്ചാൽ ഒക്ടോബർ 7 ഞങ്ങൾ കേട്ട സൈറൺ പോലും ഞങ്ങൾ മനസ്സിലാക്കിയത് നോർമൽ ആയിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ സൈറനായിട്ടാണ്. പക്ഷെ അതിനുശേഷം 2 ദിവസത്തിന് ശേഷമാണ് ഇത് നോർമലായിട്ട് വരുന്ന സൈറൺ അല്ല, മനുഷ്യരായിട്ടുള്ള ആൾക്കാര് നേരത്തെ കാലേ കൂട്ടി പ്ലാൻ ചെയ്ത് എന്നാ പറയുന്ന ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് ആൾക്കാര് ബോർഡറിൽ കൂടി കടന്നു വന്ന് ആൾക്കാരായിട്ട് വന്ന് ചെയ്യുന്ന ഒരു യുദ്ധമാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് 2 ദിവസം വേണ്ടി വന്നു. അപ്പോ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു യുദ്ധത്തിന്റെ ഒരു തീവ്രതയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെയൊക്കെ യുദ്ധത്തിന്റെ സമയത്ത് ഈ സൈറനൊക്കെ മുഴങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്നറിയാവോ? ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഞങ്ങൾ എല്ലാവരും ഇസ്രായേലിന്റെ പല ഭാഗത്ത് ചിന്നിച്ചെതറി
കിടന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനിപ്പോൾ ഇവിടെ ഹൈഫയിൽ ഇരിക്കുന്നു, ഒരാൾ ജെറുസലേമിൽ, ഒരാൾ ടെല്ലവീവിൽ, ഒരാൾ ബെർഷേവയിൽ, ഒരാൾ എന്താ പറയുക ജെറുസലേമിൽ, പല സ്ഥലത്തായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു ഗ്രൂപ്പ് കോൾ ഇടും, ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ചാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഗ്രൂപ്പ് കോളിലൊക്കെ ഇരിക്കും, അറിയാവുന്ന കൂട്ടുകാരൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞ യുദ്ധം വന്നപ്പോഴത്തേക്കും സൈറൺ വരുമ്പം എല്ലാവരും ഓക്കെ അല്ലേ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ഓക്കെ അല്ലേ, ആ ഓക്കെ ഓക്കെ. ഇത്തവണത്തെ യുദ്ധത്തിലുണ്ടല്ലോ അങ്ങനെ പോലും ഒരു മെസ്സേജ് പോലും ആരും ഇടുന്നില്ല. ഇടുന്നുണ്ട്, പക്ഷെ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഭീതിയുടെ തീവ്രത കുറഞ്ഞു വന്നു. നമുക്ക് ഈ രാജ്യത്ത് കിട്ടുന്ന സുരക്ഷയുടെ ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുക ഓരോ വർഷം കഴിയുമ്പോഴും. ഇത്തവണത്തെ യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു മലയാളിയോ ഏതെങ്കിലും ഒരു ഇന്ത്യനോ ആരെങ്കിലും മുറിപ്പെട്ടതായിട്ടോ മരിച്ചതായിട്ടോ നമ്മൾ എവിടെയെങ്കിലും കേട്ടോ? എവിടെയെങ്കിലും കേട്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക. പിന്നെ ഇപ്പൊ ഈ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേര് എനിക്ക് ഒരുപാട് വീഡിയോകൾ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. നത്തന്യാഹു മരിച്ചു, നത്തന്യാഹുവിന്റെ സഹോദരൻ മരിച്ചു, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി മരിച്ചു, പിന്നെ ടെല്ലവീവ് മൊത്തം കത്തി നാശമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എ ഐ എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത പ്രായമായ ആൾക്കാരാണ് ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇട്ടൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരൊക്കെ എന്ത് മനസ്സിലാക്കിയിട്ടാ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്? എന്ത് മനസ്സിലാക്കിയിട്ടാ? ടെലവീവ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള മലയാളികൾ ഇഷ്ടം പോലെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ടെലവീവ് കത്തി നശിച്ചാല് നമ്മുടെ മലയാളികൾ ആരെങ്കിലും ഒരാളെങ്കിലും മരിക്കണ്ടേ, അല്ലെങ്കിൽ ഒരാളെങ്കിലും മുറിപ്പെടണ്ടേ? ഓക്കെ ഓക്കെ. ശ്രീ ഷാവു പ്രസാദ്, നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ വീണ്ടും നമ്മൾ പേർഷ്യൻ ഗൾഫ് മേഖലകളിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓഹരി വിപണി കഴിഞ്ഞ ദിവസം ഏകദേശം 1300ഓളം പോയിന്റുകൾ ഇടിയുന്ന സാഹചര്യമുണ്ടായി. ഇന്നും ഏകദേശം 800-ന് മുകളിൽ പോയിന്റ് ഇടിയുന്ന സാഹചര്യമുണ്ടായി. ആഗോള വിപണിയിൽ തന്നെ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ജർമ്മനി അവരുടെ റിസർവ് തുറക്കുമെന്ന് പറയുന്നു, ജപ്പാൻ റിസർവ് തുറക്കുമെന്ന് പറയുന്നു, അങ്ങനെ പല രാജ്യങ്ങളും അവരുടെ എണ്ണ റിസർവുകൾ തുറക്കുമെന്ന് പറയുന്നു, വിപണിയിലേക്ക് എത്തിക്കും എന്ന് പറയുന്നു. യുദ്ധം കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാമ്പത്തിക മേഖലയെ അത് ബാധിക്കുക എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഇപ്പോൾ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ജയശങ്കർ അദ്ദേഹം ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നിരുന്നു. നമുക്ക് എത്രത്തോളം സാമ്പത്തിക മേഖലയെ ഇത് ബാധിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഇത് ഇപ്പം ഗ്യാസ് കിട്ടുന്നില്ല, ഗ്യാസിന്റെ ക്ഷാമം വരാൻ പോകുന്നു, പെട്രോളിന്റെ ക്ഷാമം വരാൻ പോകുന്നു, അവിടെ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വരാൻ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിഭ്രാന്തി പരത്താൻ പലരും മനഃപൂർവ്വമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ഓഹരി വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഹൈലി വോളട്ടൈലാണ്. ചെറിയ കാരണങ്ങൾ മതി അത് ഉയരാനും താഴാനും എല്ലാം. പക്ഷെ ഇതിന്റെ ഈ പരിഭ്രാന്തിയുടെ ഒരു സമയം കഴിഞ്ഞ് ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് സംസാരിച്ച സഹോദരി പറഞ്ഞില്ലേ, കാര്യം ഇത് ഈ പറഞ്ഞു കേൾക്കുന്ന മാതിരിയൊന്നും അല്ല. അവിടെ നിന്ന് അവർ വളരെ സേഫായിട്ടാണ് ഇരിക്കുന്നത്. ആ രാജ്യം അവരുടെ കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ മേഖലകളിലും അങ്ങനെ ഒരു സ്റ്റെബിലൈസേഷൻ, ചിലപ്പോൾ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഒരു ന്യൂ നോർമലിലേക്ക് സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. അതുവരെയുള്ള പരിഭ്രാന്തിയേ ഇവിടെയുള്ളൂ. നോക്കൂ, ഇപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ പണ്ടത്തെ ഗൾഫ് യുദ്ധകാലത്ത് ഈ ലോകത്തിലെ എണ്ണ നീക്കത്തിന്റെ മോർ ദാൻ 50% നടന്നിരുന്നത് ഈ ഗൾഫിൽ നിന്നായിരുന്നു, ഹോർമുസ് വഴിയായിരുന്നു നടന്നിരുന്നത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ലോകരാജ്യങ്ങള്, അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു, ബാക്കി ചിലപ്പോൾ എല്ലാ രാജ്യങ്ങളും ഓയിൽ റിസർവുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇന്ത്യയും ഓയിൽ റിസർവ് ഉണ്ട്, 2 മാസത്തേക്കുള്ള ഓയിൽ റിസർവ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇതുപോലൊരു സിറ്റുവേഷൻ വീണ്ടും അന്നത് ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്. വീണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ വേണ്ട കാര്യങ്ങൾ അതിൽ നിന്ന് വലിയൊരു പാഠമാണ് പഠിച്ചത്. അപ്പം ഇത് പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴും ലോക വിപണിയുടെ ഓയിൽ മൂവ്മെന്റിന്റെ 20% ഹോർമുസ് വഴി തന്നെയാണ് നടക്കുന്നത്. അതിന്റെ അർത്ഥം അതിന് വേറൊരു മറുവശമുണ്ട്, 80% അതുവഴി അല്ല എന്നും കൂടെയുണ്ട്. അതായത് ഈ 20% ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും.
അപ്പോൾ അവിടെ പുതിയ വിപണികളും പുതിയ മാർഗങ്ങളും തുറന്നു വരാനുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇപ്പൊ അമേരിക്ക അവരുടെ ഓയിൽ റിസർവ് പുറത്തിറക്കുന്നു, ജർമ്മനി ഇറക്കുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളും അവരുടെ ഓയിൽ റിസർവ് പുറത്തിറക്കുമ്പോൾ ഈ പ്രതിസന്ധിക്ക് ഒരു വലിയ ഈ പറഞ്ഞ ഈ സിറ്റുവേഷൻ ഒരു അയവ് ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം ഇവർക്ക് നമ്മളത് മൈൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും റഷ്യയിൽ നിന്നോ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സിൽ നിന്നും എണ്ണ കൊണ്ടുവരുന്നതിൻ്റെ അകത്ത് ഇപ്പൊ ഒരു തടസ്സവും ഇല്ല, ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഇത് അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നത് ആരെയാണ്? അറേബ്യയിൽ നിന്നുള്ള, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഇല്ലെങ്കിലും ഈ ലോകത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന ഒരവസ്ഥ വന്നാൽ ആ അവസ്ഥ ആരെ ബാധിക്കും? ആ അവസ്ഥ ബാധിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ തന്നെയാണ്. കാര്യം അവരുടെ വിപണി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അവരെ സംബന്ധിച്ചോളം അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഗൾഫ് രാജ്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ പ്രതിസന്ധിയിലായാൽ അത് സ്വാഭാവികമായിട്ട് അവിടെ ജോലി ചെയ്യുന്നവർക്കും ഇന്ത്യക്കാരടക്കമുള്ളവർക്കും അത് പ്രശ്നം തന്നെയാണത്. അതൊരു പുതിയ പ്രശ്നമാണത്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ പറ്റി കാര്യം അതിന് നമ്മുടെ മുമ്പിൽ ഇതിന് വേറെ മാതൃകകളില്ല. ചിലപ്പോൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് വന്നു എന്ന് വരാം. അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന് രാഷ്ട്ര നേതൃത്വങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കേണ്ടി വരുന്നത്. അതല്ലാതെ ഈ അല്ലാതെ വലിയ ലോകം മുഴുവൻ നടന്നിരിക്കുന്ന ആ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയൊന്നും ഞാൻ മുമ്പിൽ കാണുന്നില്ല ഇപ്പൊ തൽക്കാലത്തെ കൊണ്ട്. കാര്യം ഇപ്പൊ എന്താ പറഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഇപ്പം ഇതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് സപ്ലൈക്കൊക്കെ. അതിവിടെ ഗ്യാസ് ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പ്രശ്നം കൊണ്ടോ അല്ല. ഈ ഒരു പരിഭ്രാന്തി പരത്തുമ്പോൾ ആൾക്കാർ കൂടുതലായി അത് കൂട്ടുകയും അങ്ങനെ അത് പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പ്രതിസന്ധിയെ, അങ്ങനെ ആ സിറ്റുവേഷനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് ഇപ്പൊ ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ കൊടുത്തിരിക്കുന്നത്. കൺട്രോൾഡ് ആയിട്ടുള്ള സപ്ലൈ നമുക്കുള്ള കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഇവിടെ സാധനം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാഞ്ഞിട്ടല്ല. അതുമല്ല, ഹോർമസിൽ കൂടെ തന്നെ നമ്മുടെ ഷിപ്പുകൾ, ഇന്ത്യയുടെ ഷിപ്പുകൾ ഇപ്പൊ കടന്നു വരുന്നുമുണ്ട്. നമ്മൾ വേറെ പാരലായിട്ടുള്ള സോഴ്സസിൽ നിന്ന് നമ്മൾ ഓയിൽ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. പോരാത്തതിന് 2 മാസത്തേക്ക് ഇന്ത്യക്ക് ഇവിടെ സ്റ്റോക്കുമുണ്ട്. പിന്നെ ഈ പറഞ്ഞല്ലോ ഇവിടുത്തെ ശരിക്കും നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി ഈ പറഞ്ഞതൊന്നുമല്ല. ഈ പ്രതിസന്ധിയൊക്കെ അന്താരാഷ്ട്ര തലത്തില് അത് വളരെ വിദഗ്ധമായിട്ട് പ്രൊഫഷണലായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീം അവിടെയുണ്ട്. ജയശങ്കറിനെ പോലെയുള്ള വെറ്ററൻസ് അവിടെയുണ്ട്. അവർക്കറിയാം. ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഈ അവസരത്തില് എങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം, ജനങ്ങളിൽ പരിഭ്രാന്തി വരുത്തിക്കൊണ്ട് എങ്ങനെ അതിൽ നിന്ന് മുതലെടുപ്പ് എങ്ങനെ നടത്താം എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതുപോലെ ചെയ്ത് ഈ എന്താണ് ജനങ്ങളെ പേടിപ്പിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട്. ഇപ്പൊ ഈ ഇന്ന് കണ്ടു. അതായത് ഈ LPG പ്രതിസന്ധി മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിക്കുന്നു. മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റിന് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അവർക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് യോഗം കൂടുക, ചായ കുടിക്കുക, ബിസ്ക്കറ്റ് കഴിക്കുക, ഒരു പ്രമേയം പാസ്സാക്കുക, കേന്ദ്ര ഗവൺമെന്റിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുക, മുന്നറിയിപ്പ് കൊടുക്കുക, ഇത് കേരളമാണെന്നൊക്കെ പറയുക. ഇതാണ് സത്യത്തിൽ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഇതൊരു പ്രതിസന്ധിയാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് സഹിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും ഇഷ്യൂസിനെയും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല ഒരു നേതൃത്വം നമുക്കുണ്ട്. വളരെ പ്രൊഫഷണലായിട്ട് തന്നെ അവരിത് ഹാൻഡിൽ ചെയ്യുന്നുമുണ്ട്. ഈ ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് ഇവിടെ കയറി ഇപ്പം ട്രംപ് ഒന്ന് പറഞ്ഞാൽ 4 തിരിച്ചു പറഞ്ഞ് മുസ്ലിം പെരുപ്പിച്ചിറങ്ങുന്ന അതൊന്നുമല്ല. വളരെ പക്വമായി ലിമിറ്റഡ് ആയിട്ടുള്ള വാക്കുകളിൽ കൂടെ മാത്രം പ്രതികരിച്ച് കാര്യങ്ങളും കഴിയുന്നത്ര നിശബ്ദമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടേത്. അത് അവർ നല്ല വൃത്തിയായിട്ടും വൃത്തിക്കും വെടുപ്പിനും ചെയ്യും.
ഇപ്പം ഷൈനി ബാബു പറഞ്ഞ പോലെ പുറത്ത് കേൾക്കുന്ന മാതിരിയല്ല. അവിടെ അവരുടെ രാജ്യം വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇവിടെ നമ്മൾ കാണുന്ന വാർത്തകളിൽ ടെല്ലവീവ് കത്തിയിരിക്കുന്നു, ചിത്രങ്ങൾ വരുന്നു, നെതന്യാഹു കൊല്ലപ്പെട്ടു കഴിഞ്ഞു, നെതന്യാഹുവിന്റെ ബങ്കറിന്റെ അകത്ത് ബോംബ് വീണു, മിസൈൽ വീണു, നെതന്യാഹുവിന്റെ വിമാനത്തെ അവിടെ പോയി ജർമ്മനിയിൽ പോയിരിക്കുന്നു, അതിൻ്റെ അകത്ത് അവർ ഒളിച്ചു കടന്നിരിക്കുന്നു, എന്തെല്ലാമാണ് നമ്മൾ കാണുന്നത്. അവരതിനോടൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ. അവർ ചെയ്യാറുള്ളത് ക്ലീനായിട്ട് അങ്ങ് ചെയ്യുകയാണ്. ഈ കത്തിക്കുന്നതിൻ്റെയൊക്കെ കഥ പറയുകയാണെങ്കിൽ ഈ ജൂണിലും കഴിഞ്ഞ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് എന്ത് വലിപ്പം ഉണ്ടെന്ന് നിങ്ങളുടെ വിചാരം, ഇവരുടെയൊക്കെ വിചാരം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അവിടെ ഷൈനി അവിടെ ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ ഒരു 5 അത്രേ ഉള്ളൂ. കേരളത്തിന്റെ പകുതി പോലും ഇല്ല. കേരളത്തിന്റെ 1/3 ജനസംഖ്യ, 1 കോടിയിൽ താഴെയാണ് ഇസ്രായേലിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. അത്ര ചെറിയൊരു രാജ്യമാണത്. ഇവർ ഈ പറയുന്ന പോലെ മഴ പെയ്യുന്ന പോലെ മിസൈലുകൾ അവിടെ ചെന്ന് വീണിരുന്നുവെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ ബാക്കി ഉണ്ടാവുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നമ്മുടെ കേരളത്തിന് തിരിച്ചല്ലോ ഈ 5 or 6 ജില്ലകൾ അടങ്ങുന്ന ഒരു ഭൂപ്രദേശത്തിനെ നശിപ്പിച്ച് കളയാൻ, പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാൻ 4 or 5 ബാലിസ്റ്റിക് മിസൈലും മതി. സോറി ഫോർ ഇന്റർഫിയറിംഗ്. നമുക്ക് ഇവിടെ ഒരു ഇന്ത്യൻ എംബസി ഉണ്ടല്ലോ. ഇന്ത്യൻ എംബസിക്ക് കൃത്യമായ കണക്കുകളുണ്ട്. ഓരോ വർഷവും ഇവിടെ എന്തോരം ആൾക്കാരാണ് ഇന്ത്യയിൽ നിന്ന് ജോലി തേടി വരുന്നതെന്നുള്ളത്. അതിൽ എത്ര പേര് ഒരു യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിൽ പരിക്കേൽക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അതും ആ ബോർഡറിലായിരുന്നു അവർ പറഞ്ഞില്ലേ. സൗമ്യ, ഞാൻ ഇസ്രായേലിനെ പറ്റി, ഇസ്രായേലിന്റെ ചരിത്രം ഒരു പുസ്തകം എഴുതിയ വ്യക്തിയാണ് ഞാൻ കേട്ടോ. കുറെ അധികം ഞാനൊരു പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇവര് പറഞ്ഞു കേൾക്കുന്ന മാതിരി ഇവിടെ പ്രചരിപ്പിക്കുന്ന പോലെയാണെങ്കിൽ ഇപ്പം ഇസ്രായേൽ ഒരു പിടി ചാരമാകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ ഓരോന്ന് ഈ പറഞ്ഞ പോലെ അവരുടെ ഈ അയൺ ഡോമിനാണെങ്കിലും ഒരു 90-95% വരുന്ന മിസൈലുകൾ അവർക്ക് തടുക്കാൻ കഴിയും. 95% തടുക്കുന്നു എന്ന് പറഞ്ഞാൽ 5% താഴെ വീഴും. അതിന്റെ സാച്ചുറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഴും. ഇതൊക്കെയാണ് അതിന്റെ യാഥാർത്ഥ്യം. ബാക്കിയെല്ലാം സ്പെക്കുലേഷൻസ് ആണ്. ഈ നാട്ടിൽ നമുക്ക് ഒരു ക്യാമറയും ഒരു ഫോണും വായിൽ നാവും ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ വാളെടുത്തവൻ മുഴുവൻ വെളിച്ചപ്പാടാണ്. ആർക്കും എന്തും പറയാവുന്ന സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന അത് കുറെ ആൾക്കാർ അത് ശരിയാണെന്ന് വിചാരിക്കും. പിന്നെ ചില ചാനലുകൾ, മെയിൻ സ്ട്രീം ചാനലിൽ തന്നെയുള്ള ചില ചാനലുകൾക്ക് അവരുടെ വ്യൂ, അവരുടെ റീച്ച് ഒക്കെ പ്രശ്നമാണ്. അപ്പൊ കൂടുതൽ ഇഷ്യൂവിനെ സെൻസേഷണലൈസ് ചെയ്ത് മാക്സിമം ആൾക്കാരിൽ പരിഭ്രാന്തി ഉണ്ടാക്കുക, ഇതൊക്കെ അവരുടെ ഒരു രീതിയാണ്. നിലനിൽപ്പിന്റെ കൂടെ പ്രശ്നമാണ്. ഇതിന്റെ എല്ലാം ഈ വലിയ കാട്ടിൽ കൂടെ, ഇതിന്റെ അകത്തോടെ, ഈ ബഹളങ്ങളിൽ കൂടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. അത് 100% നമ്മൾ ഒരു തുറന്ന മനസ്സോടെ സത്യസന്ധമായിട്ട് നമ്മൾ ഇതിനെ സമീപിക്കുകയും എല്ലാ മാധ്യമങ്ങളെ, അന്താരാഷ്ട്ര മാധ്യമങ്ങളെ വരെ നിരീക്ഷിച്ചാൽ കൊണ്ട് മാത്രമേ നമുക്ക് കൃത്യമായ, അല്ലെങ്കിൽ ഏകദേശം സത്യത്തിനോട് അടുത്ത് നിൽക്കുന്ന നിഗമനങ്ങളിലെങ്കിലും എത്താൻ കഴിയൂ. ബാക്കിയെല്ലാം സ്പെക്കുലേഷൻസ് ആണ്. ഡോക്ടർ അഭിലാഷ് ജി, രമേഷ്, നമുക്കറിയാം ഇറാൻ ഏകദേശം ഒരു 2003 കാലഘട്ടം, ആ കാലഘട്ടത്തിന് ശേഷം അവർ കൃത്യമായിട്ട് വളരെ കൃത്യമായ സ്ട്രാറ്റജികൾ അവരുടെ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ആ കാലഘട്ടം മുതൽ കൃത്യമായിട്ട് ഞങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു ഇതുപോലുള്ള ഒരു യുദ്ധം എന്ന് അവർ പറയുന്ന സാഹചര്യമുണ്ട്. അവർ കൃത്യമായി അമേരിക്കയുടെ നീക്കങ്ങളെ അടക്കം കൃത്യമായി നിരീക്ഷിച്ച് അവർ തന്നെ പറയുന്നു, അവരുടെ അനലിസ്റ്റുകൾ അവിടെ നിന്ന്, ഇറാനിൽ നിന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് അവർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ കൃത്യമായി ഇതിനു മുൻപുള്ള അമേരിക്കയുടെ യുദ്ധങ്ങളെല്ലാം നിരീക്ഷിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൃത്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി ഇതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നുവെന്ന് അവർ പറയുന്നു. തിരിച്ച് മറുവശത്ത് കൃത്യമായിട്ട് ഇറാനിലെ ഒരു ഉറുമ്പിനെ അനക്കം പോലും കൃത്യമായ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ എല്ലാം കാരണും കാതും കൂർപ്പിച്ചിരുന്ന് കൃത്യമായിട്ട് ഏതൊക്കെ ആയുധങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എവിടെയൊക്കെയാണ് ആയുധ ശേഖരങ്ങളുള്ളത് എന്ന അടക്കമുള്ള എല്ലാ ഇൻ്റലിജൻസ് സംവിധാനങ്ങളോടും കൂടി തിരിച്ച് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത്
പല കോണുകളിൽ നിന്നും ഈ ആക്രമണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ പീറ്റ് ഹെക്സത്ത് തന്നെ പറയുന്ന, അമേരിക്കയിൽ പീറ്റ് ഹെക്സത്ത് തന്നെ പറയുന്ന സാഹചര്യം, അദ്ദേഹത്തെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജികൾ മാറുന്നുണ്ട്, ലക്ഷ്യങ്ങൾ മാറുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഈ വാറിനെ, ഈ യുദ്ധത്തെ അങ്ങ് അനലൈസ് ചെയ്യുമ്പോൾ ഇത് ഒരുപക്ഷെ ഇറാനിൽ അവരുടെ റെജീം ചേഞ്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു, പക്ഷേ അത് ഇതുവരെ നടന്നിട്ടുമില്ല. അങ്ങേക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ആരുടെ ഭാഗത്ത് ഒരു വിജയത്തിൻ്റെ ഒരു അംശം നിലനിൽക്കുന്നു? അത് ഇറാന്റെ ഭാഗത്താണോ? ഇതുവരെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുമല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്താണോ? അതുമല്ലെങ്കിൽ ഇതൊരു വിജയം ഇല്ലാത്ത രീതിയിൽ ഇത് മുന്നോട്ട് പോയി അങ്ങനെ അടങ്ങാനുള്ള സാധ്യതയാണ്? എന്താണ് അങ്ങേക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? നോക്കൂ, ഇവിടെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുദ്ധങ്ങൾ നമ്മളിപ്പോഴും ഈ 90കളിൽ കണ്ടിട്ടുള്ള യുദ്ധങ്ങൾ, അതായത് വലിയ തോതിൽ പട്ടാളക്കാർ അല്ലെങ്കിൽ സൈനികർ നേരിട്ടിറങ്ങിയും ടാങ്കുകൾ ഉപയോഗിച്ചും തോക്കുകൾ ഉപയോഗിച്ചും ഒക്കെയുള്ള യുദ്ധങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയുണ്ട്, അതായത് കോർഡിനേറ്റ്സ് ആർ ഇമ്പോർട്ടന്റ് ദാൻ ബുള്ളറ്റ്സ്. അതായത് സാറ്റലൈറ്റ് കോർഡിനേറ്റ്സ് ആർ മോർ ഇമ്പോർട്ടന്റ് ബുള്ളറ്റ്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. വിച്ച് എസെൻഷ്യലി മീൻസ് ദാറ്റ് ഹൈ എൻഡ് ടെക്നോളജി, നെറ്റ്വർക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള യുദ്ധമാണ് ശരിക്കും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ കൂടിയും അതുപോലെ തന്നെ അലയൻസ് റോഡിൽ കൂടിയും ഇറാനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ യുദ്ധം നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കുറേയേറെ അനലിസ്റ്റുകൾ രംഗത്ത് വരുന്നു, ഇറാൻ അനലിസ്റ്റുകൾ വരുന്നു. അവർ പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നോക്കൂ, ഏകദേശം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക്, ദുബായിലേക്ക് പോലും 890ഓളം മിസൈലുകളും പിന്നീട് ഡ്രോൺസും ഒക്കെ ആദ്യത്തെ ദിവസം ഇറാൻ അയച്ചിരുന്നെങ്കിൽ ഇന്നത് 2% താഴെയാണ്. സോ അപ്പോൾ ഈ പറയുന്നതും ഇവരുടെ സ്റ്റോക്ക് പൈലിങ്ങുമായിട്ട് വളരെ വലിയ വ്യത്യാസമുണ്ട്. സോ അപ്പം സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓപ്പറേഷൻസ് വഴിയും ആഗോളതലത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വഴിയും ഒക്കെ തന്നെ ഇറാൻ ഒരു എന്താ പറയാ, വളരെ വളരെ ശക്തിയുള്ള ഒരു രാജ്യമാണ്, അമേരിക്കയോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് എന്നൊരു ധാരണ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവർ ഒരു പരിധിവരെ അവരുടെ ഭാഗത്ത് ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉള്ളത് മാത്രമാണ് ഇതിനകത്ത് സത്യമായിട്ടുള്ള കാര്യം. പിന്നീട് ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധം ആക്ച്വലി ഇത്തവണത്തെ യുദ്ധം തുടങ്ങുന്നത് ജൂൺ വാർ ഉണ്ടല്ലോ, ആ 12 ദിവസം നടന്ന യുദ്ധം, അതായത് ന്യൂക്ലിയർ സൈറ്റുകൾ, ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റ്സ് ആയിട്ടുള്ള നാത്തൻ ഫോഡോ അല്ലെങ്കിൽ ഇസ്ഫഹാൻ തുടങ്ങിയിട്ടുള്ള മിലിറ്ററി സൈറ്റ്സിൽ US ബങ്കബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള യുദ്ധവും അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ, ഈ ന്യൂക്ലിയർ സ്പെഷ്യൽ സയന്റിസ്റ്റിനെ അസാസിനേറ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടിയുടെ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കുറച്ച് നാൾ മുമ്പ് വരെ ഈവൻ ട്രംപ് ഹിംസെൽഫ് വാസ് വില്ലിംഗ് ആണല്ലോ പറയുന്നത്. ട്രംപ് വാസ് വില്ലിംഗ് ടു പ്രൊവൈഡ് ഫിഷ് ആൻഡ് മെറ്റീരിയൽ ഫോർ പീസ്ഫുൾ പർപ്പസസ്. ആ ചർച്ചകൾ അവിടം വരെ എത്തുകയാണ്. അവിടെ നിന്നാണ് പിന്നീട് വീണ്ടും ഇവർ ഈ ഇൻസ്പെക്ഷൻസിൽ കൃത്യത കാണിക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഈ ഇൻസ്പെക്ഷൻസിനകത്ത് മാനിപ്പുലേഷൻസ് നടത്തിയത് കൊണ്ടും ഒക്കെയാണ് ഈ ചർച്ചകളൊക്കെ വഴിമുട്ടുന്നത്. പിന്നീട് അങ്ങോട്ടൊരു ഡീഗ്രഡേഷൻ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാന് വേണ്ടിയിട്ട് സംസാരിക്കുന്നവർ ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവിന് അപ്പുറത്ത് നിന്നുകൊണ്ടുള്ള റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തണം. ഇറാൻ ഇസ് വീക്കൻഡ്. ഇറാൻ വളരെയധികം ദുർബലമായി കഴിഞ്ഞു. കാരണം അവര് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്ടൈൽസ് യൂസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഷാഹിദ് ഡ്രോൺസിന്റെ ഒക്കെ വളരെയധികം എണ്ണം കുറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അമേരിക്ക നടത്തിയിട്ടുള്ള ഈ ക്ലസ്റ്റർ മൈൻ ബോംബ്സ് വെസൽസിന് നേരെ നടത്തിയ ആക്രമണം, അതൊക്കെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡാമേജ് ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, ഈ ഒരു യുദ്ധത്തിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള വിജയം ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന കോalitionാണ്. ബിക്കോസ് അതൊരു വെറുതെ ഒരു യുദ്ധമല്ല, പകരം ഒരു ടെക്നോളജിക്കലി എംബഡഡ് ആയിട്ടുള്ള ഒരു വാറാണ്. ഇത് ഒരു മോഡേൺ വാറാണ്. ഇതിനെ നമുക്ക് ഒരിക്കലും ഡെസർട്ട് സ്റ്റോമുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇറാന്റെ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ സുപ്രീം ലീഡർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ മെസ്സേജിങ്ങോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്ന മെസ്സേജിങ്ങോ കണ്ടാൽ തന്നെ അറിയാം ഇത് പാനിക് മോഡിനെ കവർ ചെയ്യുവാനായിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒഫൻസ് മാത്രമാണ്. ഇപ്പൊ നമ്മൾ കണ്ടു, ഇറാനിലെ പോലീസ് സ്റ്റേഷൻ കത്തിയ സമയത്ത്, ബോംബ് ചെയ്ത സമയത്തൊക്കെ ആൾക്കാർ അവിടെ ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ജനങ്ങൾ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടുന്ന ഒരു ബാക്കപ്പിന്റെ ഒരു പൊസിഷനിലേക്ക് എത്തുന്നതോടുകൂടി ഈ പറയുന്ന റെഷീം ചേഞ്ച് ഉറപ്പായിട്ട് സംഭവിക്കുന്നത്. ഇപ്പൊ റെഷീം ചേഞ്ച് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതിൽ തന്നെ ഇനി സെക്കൻഡറി റെഷീം ചേഞ്ച് വിത്ത് ഈ പറയുന്ന ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇത് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. പിന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങളെ പറ്റി നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത്, എന്ന് വെച്ചാൽ മലയാള മാധ്യമങ്ങൾ ഇന്നും ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് നറേറ്റീവ് കൊടുത്തുകൊണ്ട് തന്നെയാണ്. അത് എന്തിനു വേണ്ടിയാണെന്നും അതെന്ത് അജണ്ടയാണെന്നും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്.
ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഡിസിസീവ് എഡ്ജിലാണ് ഇപ്പോൾ യുഎസും അതുപോലെ തന്നെ സഖ്യകക്ഷികളും നിൽക്കുന്നത് ഈ വാറിൽ. ഷൈനി ബാബു, നമുക്ക് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഈ സൈറൺ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറുന്നുവെന്ന്. ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാര്യം, ഇസ്രായേലിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്ന അവിടെ തന്നെയുള്ള ഒരു ഇസ്രായേലി, ഒരു ജ്യൂഷ് ഒരാൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർച്ചയായി സൈറണുകൾ വരുന്നു, അപ്പോൾ ഈ രാത്രികാലങ്ങളിലും വരുന്നു, അപ്പോൾ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ്, ഉറക്കം എങ്ങനെയാണ്, ഇങ്ങനെയൊരു ആശങ്ക അങ്ങനെ പറയുന്നത്, അങ്ങനെ അദ്ദേഹം മെസ്സേജ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊരു സംശയം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. അപ്പോൾ അവിടെ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ അതിനോട് എങ്ങനെയാണ് അതിനെ വിശദീകരിക്കാൻ കഴിയുക? ഓക്കെ, ഇസ്രായേലില് നമ്മളിപ്പോ നോക്കുമ്പോൾ എല്ലായിടത്തും സേഫ്റ്റി റൂമുകളില്ല. ഇപ്പൊ നിലവിലുള്ള ബിൽഡിങ്ങുകളില് എല്ലാ ബിൽഡിങ്ങുകളിലും സേഫ്റ്റി റൂമുകളില്ല. പഴയ ബിൽഡിങ്ങുകൾക്കൊക്കെ കോമൺ ആയിട്ടുള്ള സേഫ്റ്റി റൂമാണ്. ഒരു പക്ഷേ ഒരു വലിയ അപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും താഴെയുള്ള ഏതെങ്കിലും ബേസ്മെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും അവർക്ക് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു സേഫ്റ്റി റൂം ഉണ്ടാവുക. അതല്ലെന്നുണ്ടെങ്കിൽ സിംഗിൾ വീടുകളായിട്ടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 100-200 മീറ്റർ ദൂരത്തിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു സേഫ്റ്റി റൂം ആയിരിക്കും ഉണ്ടാവുക. എല്ലാ വീടുകൾക്കും സേഫ്റ്റി റൂം വേണം എന്നുള്ള ഒരു നിയമം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളുടെ ഇടയിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർ, കെയർ ഗീവേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ അവർ തന്നെ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്ക് സേഫ്റ്റി റൂം ഇല്ല, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ മിനിസ്ട്രീനെ അത് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഒരു നിയമം വന്നാൽ മാത്രമേ എല്ലാ ബിൽഡിങ്ങുകളിലും അതേ ബിൽഡിങ്ങിൽ ഒരു സേഫ്റ്റി റൂം ഉണ്ടാവണം എന്നൊരു നിയമത്തിലേക്ക് വരുള്ളൂ. പക്ഷേ എപ്പോഴും ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ മാക്സിമം ദൂരത്തിൽ എപ്പോഴും ഒരു കോമൺ ഒരു ഷെൽട്ടർ ഉണ്ടാവും. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ നമുക്ക് സേഫ്റ്റി റൂം ഇല്ല എങ്കിൽ നമ്മൾ സേഫ്റ്റി അലാറം കേൾക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള എവിടെയാണോ നമുക്ക് സേഫ്റ്റി റൂം ഉള്ളത് അവിടേക്ക് നമ്മൾ പോകണം. അതില്ലാത്ത ആൾക്കാരാണ് ഈ കംപ്ലൈന്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ ദൂരത്തിൽ എവിടെയും കോമൺ ആയിട്ടുള്ള സേഫ്റ്റി റൂം ഉണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്തിപ്പെടാനോ ആൾക്കാർ ക്ഷമ കാണിക്കാറില്ല. അതാണ് ഇതിനകത്ത് പ്രശ്നം. ചിലരെങ്കിലും ഇതിനകത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, എന്റെ ഓഡിയോ ഒന്ന് കട്ടായെന്ന് തോന്നുന്നു. ചിലരെങ്കിലും ഇതിനകത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ഈ അലാറം കേൾക്കുമ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇവിടുത്തെ ഒരു സേഫ്റ്റി സിസ്റ്റത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒന്നും ഇല്ല, ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടുത്തെ ഹോം ഫ്രണ്ട് കമാൻഡ് തരുന്ന ആ നിർദ്ദേശം സ്വീകരിച്ച് സേഫ്റ്റി റൂം എവിടെയാണോ ഉള്ളത് അവിടേക്ക് തേടി പോകുന്ന ആൾക്കാരും ഉണ്ട്. ഈ തേടി പോകാത്ത ആൾക്കാരാണ് ഈ കംപ്ലൈന്റ് പറയുന്നത്. അപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള അലാറം അലോസരങ്ങൾ ഇസ്രായേലിൽ എല്ലായിടത്തും 100 മീറ്റർ അല്ലെങ്കിൽ 200 എന്റെ ഓഡിയോ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന അലാറങ്ങൾ നിങ്ങളെ ഒരു തരത്തിലും അലോസരപ്പെടുത്തുന്നില്ല, ജോലിക്ക് ഒരു തരത്തിലും തടസ്സമാകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് രാത്രിയിലാണ് അലാറമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ കിടന്നുറങ്ങുമ്പോഴത്തേക്കും നമ്മളെ ആര് വന്ന് എന്ത് കാരണത്തിൽ വിളിച്ചുണർത്തിയാലും എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാവരും, അല്ലേ? ഉറക്കത്തിൽ നിന്ന് എണീക്കാനായിട്ട് ഇഷ്ടമുള്ള ആരാ ഉള്ള? ആരുമില്ല. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഓടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതെല്ലാവരും അനുഭവിക്കുന്നതാണ്. നമ്മളെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് പേര് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം കെയർ ഗീവേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ എംപ്ലോയറിന്റെ കൂട്ടത്തിൽ 24/7 ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അഗ്രികൾച്ചറിലോ കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ട്രേഡ് വിസ, ക്ലീനിങ് ജോബ് അങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ അഗ്രികൾച്ചറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ 4-5 മണിക്കൊക്കെ അവർക്ക് തോട്ടത്തിൽ ഇറങ്ങണം. അപ്പൊ രാത്രിയിൽ അലാറം വരുമ്പോൾ 2-3 പ്രാവശ്യമൊക്കെ അലാറം വരുമ്പോൾ അവർ എണീറ്റ് സേഫ്റ്റി റൂമിൽ പോയി തിരിച്ച് വീണ്ടും വന്ന് കിടന്നുറങ്ങി, വീണ്ടും എണീറ്റ് വീണ്ടും കിടന്നുറങ്ങി. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉറക്കത്തിനൊരു ബുദ്ധിമുട്ട് വരത്തില്ലേ?
ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ശ്രീ ഷാബു പ്രസാദ്, അങ്ങയോട് അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്ക കൃത്യമായി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇൻ്റലിജൻസ് എവിടെ നിന്നാണ് ഇറാന് ലഭിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, അത് റഷ്യയുടെ കയ്യിൽ നിന്നാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അതിനെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 12 ഡേ വാറിൽ നിന്നും വ്യത്യസ്തമായി ഇറാൻ്റെ മിസൈലുകൾക്ക് കൂടുതൽ കൃത്യതകളും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കാം ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറയുകയുണ്ടായി, സെർജി ലാവ്റോവ് അദ്ദേഹം പറയുകയുണ്ടായി, ഇതുവരെ ഞങ്ങളോട് ഇറാൻ പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ഇറാൻ്റെ കൂടെ നിൽക്കും എന്നും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അങ്ങേക്ക് തോന്നുന്നത്, ഈ യുദ്ധം നീണ്ടുപോയാൽ ഓൾറെഡി ഒരു യുദ്ധമുഖം, വലിയൊരു യുദ്ധമുഖം, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിക്കപ്പെടുന്ന ഒരു യുദ്ധമുഖം അവിടെ ഉക്രൈനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇറാൻ കൂടി ഒരു ലോങ് ടൈം വാറിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ അങ്ങനെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും? കാരണം അവരെ സംബന്ധിച്ച് ഇറാൻ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ അവരുടെ പല റൂട്ടുകൾ, അവർ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ചൈനയുടെ, അതുപോലെ തന്നെ റഷ്യയുടെ അറബിക്കടലിലേക്കുള്ള അങ്ങോട്ടുള്ള പാത അടക്കമുള്ള കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കുമെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? അവർ കൂടി യുദ്ധത്തിലേക്ക് ഇറാനെ സഹായിക്കാൻ എത്തുന്ന ഒരു സാഹചര്യം, ആയുധപരമായി അടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യത അങ്ങേക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, അവര് ഓപ്പണായിട്ട് അവർക്ക് സപ്ലൈ ചെയ്ത ആയുധങ്ങൾ സപ്ലൈ ചെയ്ത അങ്ങനെ ഒരു കാര്യത്തിന് വരും എന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ ഒരു സംശയം ന്യായമാണ്. അത് പല പ്രാവശ്യം എനിക്കും തോന്നിയിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ ടെല്ലവീവിലേക്ക് ഒരു മിസൈൽ അയക്കുന്നു, അതായത് എത്ര ആയിരക്കണക്കിന് കിലോമീറ്റർ പുറത്തുനിന്നാണ് അയക്കുന്നത്. അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് ടെല്ലവീവിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ മിസൈലിലെ ഗൈഡൻസ് സിസ്റ്റംസ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ആ മിസൈലിന്റെ ഗൈഡൻസ് സിസ്റ്റങ്ങള് കാര്യങ്ങളോ ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ ആവശ്യമാണ്. അതിന് സാറ്റലൈറ്റ് സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഒരു ഗൈഡഡ് മിസൈൽ കൃത്യമായി ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് വിട്ട് അത് അങ്ങോട്ടല്ലോ ഒക്കെ പോകും. അപ്പം ഈ ഒന്നാമത്തെ കാര്യം ഓർത്തില്ല, ഇപ്പം ഈ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഇസ്രായേൽ ഒരു വളരെ ചെറിയ രാജ്യമാണ്, ഇറാൻ വളരെ വലിയൊരു രാജ്യവുമാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയ പ്രദേശത്തേക്ക് കൃത്യമായിട്ട് മിസൈലുകൾ എത്തുന്നു അല്ലെങ്കിൽ ഡ്രോണുകൾ എത്തുന്നു എന്നാൽ അതിന്റെ അർത്ഥം അവരുടെ ഗൈഡൻസ് സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ്. അത് ആര് കൊടുക്കും? അതൊരു പ്രശ്നമാണത്. അത് അങ്ങനെയുള്ള ഗൈഡൻസ് സിസ്റ്റം ഉള്ള രാജ്യങ്ങള് വളരെ കുറവാണ്. ഇപ്പൊ അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, ഇസ്രായേലുണ്ട്, ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, ചില യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവർക്ക് ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് അതിനെ വളരെ കൃത്യമായ രീതിയിൽ മുഖവിലേക്ക് എടുക്കേണ്ടി വരും. പക്ഷെ റഷ്യ അത് ഓപ്പണായിട്ട് ചെയ്യും എന്ന് തോന്നുന്നില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ഓൾറെഡി ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അവർ ഓൾറെഡി യുക്രൈനുമായിട്ട് ഒരു വാറിൽ എൻഗേജ്ഡ് ആണ്. അവർ സപ്പോർട്ട് കൊടുക്കും, മോറൽ സപ്പോർട്ട് കൊടുക്കും എന്നുള്ളതല്ലാതെ ഈ ടെക്നിക്കൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. പിന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടത് ചൈനയെയാണ്, നോർത്ത് കൊറിയയുമാണ്. കാര്യം ഇങ്ങനെയുള്ള വിവരങ്ങൾ, ഈ രീതിയിലുള്ള വിവരങ്ങൾ കൈമാറാൻ ഇവർ നേരിട്ട് യുദ്ധഭൂമിയിൽ എത്തുകയോ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അവർക്ക് അവരുടെ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇതുപോലെയുള്ള പിന്തുണ ഉറപ്പാക്കാനും കഴിയും. തീർച്ചയായിട്ടും ചൈനയുടെ ഒരു റോള് ഇതിൻ്റെ അകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കേണ്ടതും കാര്യം ചൈനയ്ക്ക് ഇത് വളരെ പ്രധാനമാണത്. കാര്യം അവർ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഓയിൽ ഇമ്പോർട്ടറാണ്. അപ്പം അത് ഈ അമേരിക്ക പറയുന്നതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നേണ്ടി വരും. കാര്യം ഇല്ലെങ്കിൽ ഇവരുടെ മിസൈലുകൾ ഇത്രത്തോളം കൃത്യമായിട്ട് പോവില്ല. ഏകദേശം ഒക്കെ ഒരു 80 to 90% അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇന്റർസെപ്റ്റ് ചെയ്തില്ലെങ്കിൽ കൃത്യമായിട്ടത് വീഴും. അപ്പൊ ആ കൃത്യമായ സിസ്റ്റത്തിൽ കൂടെ അത് പോകുന്ന ആ ഒരു ട്രാജക്ടറി കൂടെ അത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്. പിന്നെ മറ്റൊന്ന് കാര്യം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ അഭിലാഷ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണത്. വേറൊന്നുമല്ലാതെ, അതായത്
ഇവരുടെ കയ്യിലെ സ്റ്റോക്ക് പൈല് ഇങ്ങനെ അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഡ്രാസ്റ്റിക്കലി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കാട്ടി കൂടുതൽ ഇവരുടെ സ്റ്റോക്ക് പൈലിന് നേരെ ഭീകരമായ രീതിയിൽ ഇവർ കണ്ടെത്തി ആക്രമണം നടത്തുന്നു. അങ്ങനെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ആദ്യ ദിവസങ്ങളിൽ ഇങ്ങനെ ഡ്രോൺ ഇങ്ങനെ മഴ പെയ്യുന്ന മാതിരിയായിരുന്നു, വെട്ടുക്കിളിക്കൂട്ടം പോലെയായിരുന്നു ഡ്രോണുകൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതിന്റെ എണ്ണം കുറഞ്ഞു, മിസൈലുകളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞ് ഇവരുടെ കയ്യിൽ ഇനി ഒന്നും ഇല്ലാത്തൊരവസ്ഥ എത്തും. ഈ ചില മീനിനെ പിടിക്കുമ്പോൾ, ഈ വലിയ മീനിനെയൊക്കെ പിടിക്കുമ്പോൾ ചൂണ്ടയിൽ കൊരുക്കുമ്പോൾ അത് ആദ്യം കിടന്ന് പിടയ്ക്കും, അതിനെ വലിച്ചു കയറ്റാൻ കഴിയില്ല. ഒരു ചൂണ്ട ഇങ്ങനെ അഴിച്ചു വിട്ടോണ്ടേയിരിക്കും. അതിങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ പാഞ്ഞു നടന്ന അവസാനം വന്ന് അതങ്ങോട്ട് തളർന്നു കഴിഞ്ഞ് അതിനെ വലിച്ചു കരയിൽ കയറ്റും എന്ന് പറയുന്ന മാതിരി ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇറാൻ പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇനി അൾട്ടിമേറ്റ്ലി എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞതിനോടൊരു ചെറിയ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ. അതായത് അൾട്ടിമേറ്റ്ലി ഒരു പ്രദേശത്ത് യുദ്ധം ജയിക്കുന്നത് അത് പരമ്പരാഗതമായ രീതിയിൽ മാത്രമേ പറ്റൂ. ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്നാണ് പറയുക. കരസേന ഇറങ്ങുക തന്നെ വേണ്ടി. ആ ഇറങ്ങാനുള്ള സാഹചര്യം, അതായത് ഒരു വെല്ലുവിളികളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇറാന്റെ അവരെ എത്തിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. എല്ലാ യുദ്ധങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ. അല്ല, ഇപ്പൊ ഇറാഖ് യുദ്ധം, ഗൾഫ് യുദ്ധം, ഇതെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. അൾട്ടിമേറ്റ്ലി യുദ്ധം ജയിക്കുന്നത് ഈ പറഞ്ഞ പോലെ വ്യോമസേനയും നാവികസേനയും ഒന്നും അല്ല, കരസേന തന്നെയാണത്. അവരവിടെ എത്തുക തന്നെ വേണം. ആ സിസ്റ്റം അത് മനുഷ്യനുണ്ടായ കാലം മുതൽ, ഈ ചരിത്രത്തിലെ പോരാട്ടങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഇന്നും അങ്ങനെ തന്നെയാണ്. ആയുധങ്ങൾക്കും തന്ത്രങ്ങൾക്കും മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ ഫിസിക്കലി സൈന്യം ആ മണ്ണിൽ ഉണ്ടാവണം. ആ അവസ്ഥയിലേക്ക് ഇനി എപ്പോ എത്തുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. നമുക്കത് നോക്കാം. ഡോക്ടർ അഭിലാഷ്, എങ്ങനെയാണ് അങ്ങ് ഇതേ ചോദ്യം തന്നെ എങ്ങനെയാണ്, കാരണം പലരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ് ചൈനയുടെയും റഷ്യയുടെയും അടക്കമുള്ള രാജ്യങ്ങളുടെ ഇതിനോടുള്ള നിലപാട്. അപ്പോൾ യുദ്ധം നീണ്ടുപോയാൽ ആ ചോദിച്ച ചോദ്യം തന്നെ, എങ്ങനെയായിരിക്കും ഈ രാജ്യങ്ങളുടെ നിലപാടെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ഇപ്പം നേരത്തെ ശ്രീമാൻ ഷൗക്കത്ത് പ്രസാദ് അദ്ദേഹം പറഞ്ഞതിനോട് ഒരു കാര്യം കൂടി സാറ്റലൈറ്റ് ടെക്നോളജിയുമായിട്ട് ചേർന്നിട്ട് പറയേണ്ടതുണ്ട്. കാരണം വെച്ചാൽ റഷ്യ ഇവർക്ക് കാനപ്പസ് 5 സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഖയ്യാം എന്ന് ഇപ്പോൾ പേരിട്ടൊരു സിസ്റ്റം ഈ ഓവർ ഹെഡ് സർവൈലൻസ് നെറ്റ്വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലസ് ചൈനയുടെ ബൈഡു 3, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിനകത്ത് കൂടിയാണ് ഇന്ന് ഇവർക്ക് ഈ തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞപ്പോൾ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ഉണ്ടാവേണ്ട ഒരു സാഹചര്യം, സോറി, ഈ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ടിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഇപ്പം അഫ്ഗാനിസ്ഥാനിലായാലും ഇറാഖിലായാലും അമേരിക്കയ്ക്ക് പറ്റിയ ഒരു പാളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ ഇവരുടെ ഒരു ജോഗ്രഫിയും കൾച്ചറൽ ക്ലൈമറ്റും ഇവരുടെ ഒരു വാറിംഗ് സിസ്റ്റവും ഒക്കെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എത്തുന്ന ഒരു സാഹചര്യം എത്തുകയാണെങ്കിൽ അവിടെ ഒരു ചലഞ്ച് നേരിടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം ഈ മിഡിൽ ഈസ്റ്റിന്റെ ആണെങ്കിൽ ഒരു വാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലുള്ള ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലുള്ള ഒരു മോട്ടിവേഷൻ ഡിഫറെന്റ് ലെവലാണ്. സോ അപ്പം ഇവിടെ ഒരുപക്ഷെ ഇറങ്ങാൻ സാധ്യതയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാസ ഷാ പഹ്ലവിയുടെ സപ്പോർട്ടിലുള്ളവർ ചേർന്നിട്ട് ആർമിയിൽ ഒരു വലിയ ഡിഫെക്ഷൻ ഉണ്ടായി. ആ ഡിഫെക്ഷന് ശേഷം അവരും പോലീസ് ഫോഴ്സസിൽ നിന്ന് കൂറുമാറിയവരും എല്ലാം ചേർന്നിട്ട് പാരലായിട്ട് പ്രൊവിൻസസിനെ കീഴ്പ്പെടുത്തുകയും ആ കീഴ്പ്പെടുത്തലിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക ഇറങ്ങും. പക്ഷെ ഇപ്പം പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സോൾജേഴ്സിനെ വിട്ടുകളയുന്നത് ട്രംപിന് അമേരിക്കയിലെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാവുന്നുണ്ട്. ഇപ്പൊ തന്നെ 6 പേര് മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരം അവിടെ എത്തിച്ചതിന് ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള പല രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. സോ അപ്പം ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ഒരു ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മൾട്ടിനാഷണൽ കോalitionന്റെ ഫുള്ളസ്റ്റ് വാർ പവർ അല്ലെങ്കിൽ ആ ഫോഴ്സ് പൂർണ്ണമായിട്ട് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ IRGCയുടെ ഇപ്പൊ അവർ നടത്തുന്ന ഒരു വാർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 4th സക്സസർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതിനകത്ത് ഇപ്പം എൻറ്റയർ IRGCയുടെ കമാൻഡ് പരിപൂർണമായിട്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പോലും ലോക്കൽ ഏരിയ കമാൻഡ്സിന് സ്വന്തമായിട്ട് തീരുമാനം എടുത്തുകൊണ്ട് അവരുടെ അവസാന യൂണിറ്റിനെ ഉപയോഗിക്കാൻ ഒരു സിസ്റ്റം അവർ വർക്ക് ചെയ്യുന്നുണ്ട്. 12 ഡിവിഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതെ. ഇത് 2019 വരെ മുഹമ്മദ് അലി ജാഫ്രി എന്ന് പറയുന്ന IRGC കമാൻഡർ പഠിച്ചതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് ഈ പറയുന്ന ഒരു മൊസൈക് ഡിഫൻസ് സിസ്റ്റം, അതായത് ഡീസെൻട്രലൈസേഷൻ ഓഫ് കോൺഫ്ലിക്ട് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇവരിനി അവസാന ഫൈറ്റിലേക്ക് ഇവർ പോകുന്നത്.
അപ്പോൾ പോകുന്ന പോക്കിൽ ഗൾഫിനെയും മറ്റു രാജ്യങ്ങളെയൊക്കെ ഒന്ന് ആക്രമിച്ച് പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഗൾഫ് കോർപ്പറേഷൻ കൺട്രീസിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റിയെ ഞങ്ങൾ ഇനിയും ആക്രമിക്കുമെന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സോ എനിവേസ് ഇതിൽ നടക്കാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അല്പമൊക്കെ ഒന്ന് താമസിച്ചാൽ പോലും കൃത്യമായിട്ട് എപ്പിക് ഫ്യൂറിയും അതുപോലെ തന്നെ ലയൺസ് റോറും വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ഒരു ഡിസിസീവ് ആയിട്ടുള്ള വിജയത്തിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കും. അതോടെ ഇന്റേണൽ ക്രൈസിസ് ഉണ്ടാവും. ഇന്റേണൽ ക്രൈസിസിൽ കൂടി ഉണ്ടാകുന്ന ഒരു ചേഞ്ച് സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഒരു കാര്യം ഞാൻ ആഡ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ ഗ്യാസ് അല്ലെങ്കിൽ LPGയുടെ ഒക്കെ ഷോർട്ടേജിനെ പറ്റിയിട്ട് വളരെ പല രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റ് പോലും ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു മാനിപ്പുലേറ്റീവ് പൊളിറ്റിക്സ് നടത്തുന്നുണ്ട്. ഇപ്പം ഇന്ത്യ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് നോൺ ഹോർമോസ് സപ്ലൈസ് വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തു. അറൌണ്ട് ഒരു എന്താ പറയുക 70% വരെ ഹോർമോസ് കടലിടുക്കിൽ കൂടി അല്ലാത്ത സപ്ലൈ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ LPG ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ 28% 5 ദിവസത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. അതുപോലെ 40,000 കിലോ ലിറ്റർ മണ്ണെണ്ണ അല്ലെങ്കിൽ കെറോസിൻ സ്റ്റേറ്റുകൾക്ക് വേണ്ടി റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം നമ്മുടെ നാട്ടിൽ ആലോചിക്കേണ്ട വെച്ചാൽ ഇന്ത്യ പഴയതുപോലെ ഗൾഫിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല. ഇന്ത്യയെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, വളരെ മികച്ച ഒരു ഫോറിൻ പോളിസി വഴി ഇപ്പം ജയശങ്കറിനെ പോലെയൊക്കെയുള്ള വളരെ മികച്ച മന്ത്രിമാരുടെയൊക്കെ ഇടപെടൽ വഴി ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അഡ്വാൻസസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഒരു ഭാഗം ഒരു പിവറ്റിൽ മാത്രമല്ല ഇന്ത്യ എന്ന് നിൽക്കുന്നത്. വി ആർ ഓൺ എ മൾട്ടിപ്പിൾ പിവറ്റ് ആൻഡ് എ മൾട്ടിപ്പിൾ അലൈൻമെന്റ് ഓർഡർ. അതിന്റെ ലീഡേഴ്സ് ആണ് നമ്മൾ. അപ്പൊ നമുക്ക് തന്നെ നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. ഹൗ സ്ട്രോങ് വി ആർ എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അപ്പം മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കഥകൾക്കപ്പുറത്തേക്ക് ഇന്ത്യയുടെ ശക്തി എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞു. ഓരോ ക്രൈസിസിലും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, LPG ഇല്ല, പ്രൊഡക്ഷൻ കൂട്ടുന്നു. അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്നില്ല, നോൺ ഹോർമോസ് സപ്ലൈ കൂട്ടുന്നു. അതുപോലെ തന്നെ ഡിഫൻസ് പാക്റ്റുകൾ എല്ലാം നമ്മൾ തീരുമാനിക്കുന്നു. റഷ്യയുമായിട്ടുള്ള ഡിഫൻസ് പാക്ട് അല്ലെങ്കിൽ ഓയിൽ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, വളരെ ശക്തമായിട്ട് പോകണം. ഇതിന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ ഇന്ത്യ വേ ഒരു ബുക്ക് ഉണ്ട് ഡോക്ടർ ജയശങ്കറുടെ. അത് ഇറ്റ്സ് ആക്ച്വലി എ ട്രീറ്റിസ് ഓൺ ഇന്ത്യൻ ഫോറിൻ പോളിസി ആൻഡ് ഹൗ വി ഹാവ് ഈ എന്താ പറയാ ഈ പല കടുംപിടുത്തങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന് അപ്പുറത്തേക്ക് പ്രായോഗികമായിട്ടുള്ള ജിയോ പൊളിറ്റിക്സിലേക്ക് നമ്മൾ എങ്ങനെ വന്നത്. സോറി, ഞാനത് അതിന്റെ കൂട്ടത്തിലൊന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. അത് നന്നായി. ഓക്കെ, ശ്രീമതി ഷൈനി ബാബു, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു. കാരണം തീർച്ചയായിട്ടും ഇസ്രായേലിൽ നിന്ന് താങ്കൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിൽ അവിടെ നിന്ന് വിവരങ്ങൾ അറിയാൻ ഒരുപാട് താല്പര്യം നമ്മുടെ പ്രേക്ഷകർക്ക് പലപ്പോഴും ഉണ്ട്. ഇസ്രായേലിൽ നിന്ന് ആര് സംസാരിച്ചാലും ഒരുപാട് ആളുകൾ അത് കാണാറുള്ളതാണ്. ഇനി യുദ്ധം നീണ്ടുപോയാൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ വെച്ച് യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വരും എന്ന് തോന്നുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ അവിടെ ഇപ്പോൾ? തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, പറഞ്ഞോളൂ. നിലവില് അങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ 15 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഇതുവരെയും പല യുദ്ധങ്ങളും ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇവിടുന്ന് എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഏതെങ്കിലും സാഹചര്യത്തിൽ എല്ലാ ഇന്ത്യക്കാരും നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നോ ഒരാവശ്യമോ ഉന്നയിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. 15 വർഷമായിട്ടില്ല. അങ്ങനെയല്ല, നിങ്ങൾക്ക് അവിടുന്ന് തിരിച്ചു പോരുന്നതിനെ കുറിച്ച് എന്താണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് തോന്നുന്നില്ല. കാരണം അത്ര ശക്തമായിട്ടുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നിലവിലത്തെ വ്യക്തിപരമായിട്ട് അവിടെ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷണത്തിന്റെ ലഭ്യതകളുടെ കാര്യങ്ങൾ, അതുപോലെ അതിനോടനുബന്ധപ്പെട്ട സാധനങ്ങൾ, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും പുറത്തേക്ക് പോകാൻ, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളിലേക്ക് വരും ദിവസങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലവില് ഇന്ന് വരെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളെല്ലാം അതേപോലെ വർക്കിംഗ് ആണ്. എല്ലാ ഭക്ഷണ സാധനങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ അതേപോലെ നോർമലായിട്ട് പോകുന്നു. ബസ്സുണ്ട്, ട്രെയിനുണ്ട്, എല്ലാ സംവിധാനങ്ങളും നോർമലായിട്ട് തന്നെ വർക്കിംഗ് ആണ്. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. നമ്മളുടെ എംപ്ലോയറിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ പോകാൻ പറ്റുള്ളൂ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഈ സൈറണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എംപ്ലോയറെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഒരാളെ ഇൻഡിവിജ്വലി നോക്കുന്ന ആൾക്കാരാണല്ലോ ഈ കെയർ ഗീവേഴ്സ് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മളുടെ എംപ്ലോയർമാരെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ പകരം ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് പുറത്തേക്ക് പോകാം.
സൂപ്പർ മാർക്കറ്റൊക്കെ ഓപ്പൺ ആണ്, നമ്മുടെ മാർക്കറ്റുകൾ ഓപ്പൺ ആണ്, എല്ലാം ഓപ്പൺ ആണ്, എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് തന്നെയാണ് ഇവിടെ പോകുന്നത്. ഒരു കുഴപ്പവും ഇല്ല, ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. ഞങ്ങൾക്ക് പോകാം, തിരിച്ചു വരാം, ഒരു കുഴപ്പവും ഇല്ല. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നോർമലായിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ ഈ പോകുന്ന സമയത്ത് നമ്മളിപ്പോ ബസ്സിലാണെങ്കിൽ, ട്രെയിനിലാണെങ്കിൽ, നമ്മളിപ്പോ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അവിടെ എന്താണ് അലാറം കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങളുണ്ട്. ബസ്സിലാണെങ്കിൽ ആ ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ തറയിൽ കമിഴ്ന്ന് കിടക്കണം. ഓക്കെ, ഈ കമിഴ്ന്ന് കിടക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല്, ഇപ്പം ഈ വരുന്ന ബോംബുകളും കാര്യങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അവർ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിന്റെ പാർട്സ് മാത്രമാണ് താഴേക്ക് വരുന്നത്. ആ താഴേക്ക് വരുന്ന പീസുകൾ നമ്മുടെ ദേഹത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ ആ കിടക്കുന്ന സറൗണ്ടിങ്സിലേക്കോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തേക്ക് വരാവുന്ന അറ്റാക്കിന്റെ ആ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്ത് നടന്ന് നമ്മൾ തറയിൽ കിടന്ന് ഇങ്ങനെ. ഞാൻ ഈ കാണിച്ചു തരുന്നത് എന്തിനാണെന്നറിയാവോ? ഇവിടെ നാട്ടിലുള്ള പലർക്കും അറിയത്തില്ല ഇവിടെ എന്തുവാണ് നമുക്ക് നിർദ്ദേശം കിട്ടുന്നതെന്നുള്ളത്. ഈ ബസ്സിൽ തന്നെ നമ്മൾ ഇരുന്നാൽ എന്ത് സംഭവിക്കും? അവിടെ ബസ്സിന് ചില്ലുകളുണ്ട് അല്ലേ? ചില്ല് പൊട്ടിത്തെറിക്കും, അകത്തേക്ക് അപകടങ്ങൾ വരും. ആ ബസ്സിലുള്ള എല്ലാവരും അപകടത്തിൽ പെടും. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു ബസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അലാറം വരുമ്പോൾ ആ ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ആ ബസ്സിലിരിക്കുന്ന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങി നമ്മൾ തറയിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കണം. ഈ കമിഴ്ന്ന് കിടക്കുമ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു ചെറിയ പീസോ കാര്യങ്ങളോ നമുക്ക് വന്നാൽ നമ്മുടെ പുറത്ത്, നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗത്തൊക്കെ ആയിരിക്കും വരുന്നത്. അത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ എന്താ പറയുക, ഈസിയാണ്. അതേസമയം നമ്മുടെ തലയിലോ നമ്മുടെ കണ്ണിലോ നമ്മുടെ തലച്ചോറിലോ ഒക്കെ വന്ന് പതിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അത്രയും എന്താ പറയുക, ക്രൂഷ്യലായിട്ട് ഞങ്ങൾക്ക് അത്രയും നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ, ബസ്സിലാണെങ്കിൽ, ട്രെയിനിലാണെങ്കിൽ എന്ത് ചെയ്യണം, വീടിനുള്ളിലാണെങ്കിൽ എന്ത് ചെയ്യണം, പുറത്താണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഹോം ഫ്രണ്ട് കമാൻഡ് തരുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കുന്നവർക്ക് ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല. അതുകൊണ്ടല്ല ഇത്രയും ആയിരക്കണക്കിന് മലയാളികൾ ഇവിടെ ജോലി ചെയ്യുന്നത്, സുരക്ഷിതമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. ഞാൻ ഇത് തന്നെയല്ലേ തന്നെയും പിന്നെ ഞാൻ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അല്ല, തീർച്ചയായിട്ടും അത്രയും ഇൻഡിവിജ്വൽ ആയിട്ട് അത്രയും കാര്യങ്ങൾ അവര് പിക്കപ്പ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് ഹൈഫ റീജിയനിലാണ്. നമുക്ക് സമയം അവസാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് അത് ഇവിടെ നിർത്തേണ്ടതുണ്ട്. എന്താണെങ്കിലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഷൈനി ബാബു, ഡോക്ടർ അഭിലാഷ് ജി രമേശ്, അതുപോലെ തന്നെ എപ്പോഴും ഷെക്കന ന്യൂസിനൊപ്പം എപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ഷാവു പ്രസാദ്, അദ്ദേഹം എപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. ഷെക്കന പ്രേക്ഷകർക്ക് സുപരിചിതനാണ്. എല്ലാവർക്കും നന്ദി പറയുകയാണ്, പ്രേക്ഷകർക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ ബിഗ് ഡിബേറ്റ് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. എന്താണെങ്കിലും യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്.